അമ്മൂമ്മയുടെ സഞ്ചാരത്തിനാണ് അടിക്കുന്നത്. ഇച്ചിരി മോശമാ. എന്നോട് വെച്ച് തിരിച്ചു വെക്കോ താഴെ വെക്ക്. അയ്യോ എന്റെ അമ്മൂമ്മയല്ല നിന്റെ അമ്മൂമ്മ. അപ്പൊ എനിക്ക് കുടിക്കാം. അയ്യോ വൈറ്റ് ആയിരുന്നില്ലയോ? വൈറ്റ് കുടിച്ചു കഴിഞ്ഞാലേ പിള്ളേരുണ്ടാവത്തില്ല. 22 വയസ്സ് നാളെ കെട്ടാൻ പോയില്ലയോ? പോടാ അവിടുന്ന് അടുത്തൊഴിക്കാം. നല്ല ചവർപ്പ്. ടച്ചിങ്സ് എന്തെങ്കിലും ഉണ്ട്? കരണം നോക്കി ടച്ചിങ് തന്നാലോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ തപ്പിയെടുത്തോളാം. അച്ഛൻ ശ്രദ്ധിക്കണേ. ഉള്ളി എന്തോ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം വല്ലതും ഉണ്ടോ? കാട്ടാളാ, പിന്നെ നമ്മുടെ അണ്ണാക്കാരുടെ സാധനേ അങ്ങനെ അണ്ണാക്കാരനെ കാണത്തുള്ളൂ, അത് മനസ്സിലാക്കി. എടാ എടാ അമ്മൂമ്മക്ക് വെച്ച് ചോറാ. ഞാൻ തിന്ന്. അപ്പൂപ്പ പോയത് പോയി, ഇനി വിഷമിച്ചിരിക്കണ്ട. അവളിവിടെ തന്നെ ഉണ്ടടാ, ഇവിടെ തന്നെ ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാലാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കല് അച്ഛനും അമ്മയ്ക്കും ദോശ വന്നു. എന്തുവാടേ ഒറ്റപ്പൊക്കിലേക്ക് പോയില്ലയോ? എടാ എടാ കുരുത്തം കെട്ടവനെ, നീ കൊച്ചുനാളി തൊട്ടേ ഇങ്ങനെ വലിയവര് പറഞ്ഞാ നീ കേക്കത്തില്ല. ഒന്ന് പോടരുത്. ഈ ഭാനുമതി പറയുന്നത് ഈ വീട്ടിൽ നടക്കൂ. അച്ഛമ്മ എന്തുവാടാ ഞാൻ പോയെന്ന് വിചാരിച്ച നിനക്ക് പിടിക്കാന്ന് വിചാരിച്ചോ? അല്ല, അപ്പൊ രാവിലെ എടുക്കാൻ വന്ന് 2-3 മണിക്കൂർ എന്തിനാ ഹോമം ചെയ്തേ? അപ്പൊ പോയില്ലായിരുന്നോ? ഞാൻ അങ്ങനെ ഒന്നും പോകത്തില്ല ഇവിടുന്ന്. എന്തുവാടാ പഴം പിടിക്കാൻ വിട്ടിരിക്കുന്നത്? നിന്റെ അമ്മമ്മ ഇവിടെ വന്ന് നിൽക്കുന്നോ? ബാക്കി പോയി അടിക്കും. ഇങ്ങോട്ട് അത് പിന്നെ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല. മണ്ടത്തിലൊക്കെ വിളിച്ചു പോയില്ലേ? കേട്ടല്ലോ, എന്റെ മോളെ അങ്ങ് മറന്നേര്, പിന്നെ കല്യാണം. കേട്ടല്ലോ. നമസ്കാരം. വന്നിട്ട് കുറെ നേരം ആയിരുന്നു. ആയെങ്കിൽ കുറച്ചേരം ഇരിക്കാം. ഞാനേ ഒരു ചായ എടുക്കാം. അയ്യോ ചായ ഒന്നും വേണ്ട, വേണ്ടെന്നേ. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഞങ്ങൾ ചായ കൊടുത്താ ശീലം. അത് കുടിക്കാതെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കാ നാണക്കേട്, അല്ലേ മോനെ? അങ്ങനെ ആണെങ്കിലേ മധുരം കുറച്ചൊരു ചായ. ഓ ഞാനും കുറെ വർഷങ്ങളായി ഇതിനൊക്കെ നിർത്തിയിട്ടേ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ കൈപ്പുണ്യം. ഒരു കല്യാണം എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ ഒത്തുചേരുന്നത് മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നത് കൂടിയാ. ഇവരിത് കൊളവാക്കൂ അല്ലേ? ആണ്. കുടുംബം നല്ലതാണെങ്കിൽ നമുക്ക് വേറൊന്നും നോക്കാനില്ല, അല്ലേടാ? ഞങ്ങള് നല്ല കുടുംബക്കാരൊക്കെയാ. അത് നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതാണ് നമ്മൾ ഇത്ര ആദിത്യ മര്യാദകൾ തന്നത്. അങ്ങനെ ആണെങ്കിലേ എൻഗേജ്മെന്റ് നമുക്ക് ഇപ്പൊ നടത്താം. പിള്ളേരൊന്ന് സെറ്റിൽ ആയിട്ട് കല്യാണം നടത്താം. എങ്ങനെ? അച്ഛാമ്മേ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ചാ, എന്നാലും എന്റെ അച്ഛമ്മ സെറ്റാക്കി തന്നല്ലോ. പണ്ട് ഞാൻ ഇച്ചിരി കുഴമ്പും തൈലം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം നീ കുണ്ടു തിരിഞ്ഞ് പബ്ജി കളിച്ചവനാ നീ. ഞാൻ ഇപ്പൊ വേണേ മേടിച്ചു തരാം. ആരുടെ ഇവിടത്തേക്കാനാടാ? സോറി. മറ്റേ കല്യാണം സമ്മതിക്കത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇന്നേക്ക് രാത്രി അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാം. അവളോട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് രാത്രി 12 മണിയാകുമ്പോ വീടിന് വെളിയിലോട്ട് ഇറങ്ങിക്കാൻ പോണം. നമ്മൾ രണ്ടും കൂടെ പോന്നു പൊക്കിക്കൊണ്ട് പോകുന്നു. എങ്ങോട്ടാന്ന് വെച്ചാൽ അതിന്റെ ഒരു ആവശ്യമില്ല, എല്ലാം സെറ്റായി. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. പിന്നെ ഏതാണ്ടൊക്കെ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കേട്ട്. റൂമൊക്കെ എനിക്ക് പേടിയാ കേട്ടോ. ഞാൻ വരത്തില്ല കേട്ടോ, എന്നെ നിർബന്ധിക്കരുത് കേട്ടോ. ഫുഡ് വല്ലോ ഓർഡർ ചെയ്യും. എന്തുവാ കുറച്ചങ്ങോട്ട് നീങ്ങിരി. സാർ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, നല്ല മധുര, ക്യാരമൽ പുഡിംഗ്. എടുക്കട്ടെ? എനിക്ക് വേണം.
എനിക്ക് വേണ്ട ഷുഗറാ. നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ ഉണ്ട്, നല്ല ഊള പാമോയിൽ ഉണ്ടാക്കുന്നത്. എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കൊളസ്ട്രോളാ. അത് വേണ്ടെങ്കിൽ നല്ല കിടിലൻ മയണൈസ് വെച്ച് നല്ല അടിപൊളി മന്തി ഉണ്ട്. എടുക്കട്ടെ? ഇതിലെ മറ്റേ മന്തിക്കത്തി മറ്റേ വെള്ള കളർ ചമ്മന്തി ഇല്ലയോ, എനിക്കത് ഇഷ്ടമേ അല്ല. എനിക്ക് കാണുമ്പോ തന്നെ എനിക്ക് വെന്തോ പോലെ. നിങ്ങളെ ഈ തിന്നാൻ പച്ചവെള്ളം അല്ല വേറെ എന്തെങ്കിലും ആലോചിക്കും. അപ്പൊ ഞാൻ വരാം. എന്തുവാടാ ചെറുക്കാ പതിവില്ലാത്തൊരു സ്നേഹം? എന്തോ കാര്യമായിട്ട് നേടാനുണ്ടല്ലോ, പണ്ടും നീ ഇങ്ങനെ ആയിരുന്നു. അത് പിന്നെ ഓ അതാണ് ലക്ഷ്യം. ഞാൻ നിന്നെ സഹായിക്കാം. എനിക്കറിയാം എന്റെ അമ്മൂമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ തിരിച്ച് നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. പറഞ്ഞാ മതി, ഇതുപോലത്തെ എന്ത് സഹായവും ഞാൻ അമ്മൂമ്മക്ക് ചെയ്തു. ഇതുപോലത്തെ സഹായമല്ല എനിക്ക് വേണ്ടത്. പിന്നെ എടാ നല്ല അങ്ങോട്ട് നോക്കടാ. അമ്മൂമ്മ ഇവിടെ കാണുന്നില്ലല്ലോ. എടാ കണ്ണ് നോക്കടാ. അല്ല അമ്മൂമ്മ എന്താ അന്ന് നോക്കാഞ്ഞ്? നോക്കാൻ കയറിയപ്പോഴല്ലോടാ ഞാൻ മറിഞ്ഞടിച്ച് വീണ് ചത്തത്. ഓ ഞാൻ ഓർത്തില്ല. ആ തപ്പ എടാ പെരിയ തട്ടടാ, എനിക്ക് ആസ്മയുള്ളതാ. പഴയ ഡോക്യുമെന്റ് അല്ലേ അമ്മൂമ്മ, കുറച്ച് പൊടിയൊക്കെ കാണും. ഇതാണ് അമ്മൂമ്മ. ആ ഇതാ വായിച്ചേ. ഇത് പ്രേമലേഖനമാണല്ലോ. അമ്മൂമ്മക്ക് ഉപ്പനെഴുതി തന്നെയായിരിക്കും അല്ലേ? എടാ നീ അവസാനത്തത് മാത്രം ഒന്ന് വായിച്ചേ. എന്ന് എന്റെ സ്വന്തം ജാൻമണിക്ക്. എന്റെ ദൈവമേ, ചതിക്കപ്പെട്ടല്ലോ. അമ്മൂമ്മ ഇത് കാര്യം എന്തുവാ? എടാ എന്റെ പേരെന്തുവാ? ഭാനുമതി. എടാ ഇതെന്റെ കൂട്ടുകാരി ജാൻമണിക്ക് എഴുതിയ കത്താ. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ അറിയത്തില്ലായിരുന്നടാ. ഇയാൾ എന്നെയാ പ്രേമിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കെട്ടി എഴുതിയോളെ. അല്ലമ്മൂമ്മ ഇപ്പൊ ചത്ത് കഴിഞ്ഞിട്ട് ഇനി ജാതം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കാവുള്ള എല്ലാം സംഭവിച്ചു. എടാ പട്ടി, അങ്ങേര് പകുതി സ്വത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ ജാൻമണിക്കാ. എടാ ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞാടാ മോളിലെ ഷെപ്പിൽ കയറി ആ പേപ്പർ ഒന്ന് എടുത്തുകാന്ന്. അല്ല ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നീ ഒരു ഉപകാരം കൂടെ ചെയ്യണം. അമ്മൂമ്മ ആറാ, ഞാൻ ചെയ്യാം. അങ്ങാരെ കൊല്ലണം. അയ്യോ. അയ്യോ അയ്യോ എന്റെ ഭാനു, അയ്യോ അപ്പം വീണടാ അവള് വീണടാ. അയ്യോ ഭാനു, ഭാനു